بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 7-ാമത്തെ ആയത്താണ് ഇനി നമ്മൾ പറയുന്നത്. മുൻ ആയത്തിൽ അല്ലാഹു തആല അവിശ്വാസികളായ ആളുകളുടെ വിശേഷത്തെക്കുറിച്ചും അവരുടെ അവസ്ഥയെക്കുറിച്ചും പറഞ്ഞു. ഇനി പറയുന്നത് അവർക്കുള്ള ശിക്ഷയെക്കുറിച്ചാണ്. അവർക്ക് അല്ലാഹു തആല നൽകുന്ന ശിക്ഷയെക്കുറിച്ച്, അതിൻ്റെ അനന്തരഫലം ഫലമായി അവർക്ക് നൽകപ്പെടുന്ന ശിക്ഷയെക്കുറിച്ചാണ് ഇനി പറയുന്നത്. അപ്പൊ ഈ പറയുന്നത് മുൻ പ്രവർത്തനക്ക് കാരണമാണ്. ഈ ശിക്ഷ പറയുന്നത് മുൻ ആയത്തിൽ സംഭവിച്ച പ്രതിഭാസത്തിനുള്ള കാരണമായിട്ടാണ് ഈ ശിക്ഷ പറയുന്നത്. അപ്പൊ ആ നിലപാട് സ്വീകരിക്കുന്നവർക്ക് ഈ ശിക്ഷ ഉണ്ടാവും. മുന്നായത്തിൽ പറഞ്ഞ നിലപാടിലേക്ക് പോകുന്നവർക്ക് ഏതുണ്ടാവും? ഈ ശിക്ഷ ഉണ്ടാവും. എന്തൊക്കെയാണ് നോക്കും. ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സമഇഹിം. ഖതമല്ലാഹു എന്ന് പറഞ്ഞാൽ എന്താ? ഖതമ എന്ന് പറഞ്ഞാൽ എന്താണ്? ഖതമ എന്ന് പറഞ്ഞാൽ മുദ്ര എന്നാണ്. മുദ്ര എന്ന് പറഞ്ഞാൽ എന്താണ്? സീല് വെക്കുക. സീല് വെക്കുന്നതിനാണ് ഏത് പറയാ? മുദ്ര എന്ന് പറയുന്നത്. അപ്പൊ അല്ലാഹു തആല സീല് വെച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. സീല് വെക്കുക എന്ന് പറഞ്ഞാല് ഒരു വിഷയം ക്ലോസ് ചെയ്ത് അതിന്റെ അവസാനം മുതൽ ആദ്യം മുതൽ അവസാനം വരെ ഫുൾ ഫിനിഷ് ചെയ്ത് ഭദ്രമാക്കി കവർ ചെയ്ത് വെക്കുന്നതിനാണ് ഏത് പറയാ? സീല് എന്ന് പറയും. അടിയിൽ ഓട്ടുണ്ടായിട്ട് മേലെ മുടിയതിന് സീല് എന്ന് പറയുമോ? അറിയില്ലല്ലോ. അതുകൊണ്ട് ഖുർആനില് ഖത്തമുൽ ഖുർആൻ എന്ന് പറയലുണ്ടല്ലോ. എന്താണ് ഖുർആൻ ഖത്തം തീർക്കുക എന്ന് പറഞ്ഞാൽ അതിന് ആദ്യം മുതൽ അവസാനം വരെ എന്ത് ചെയ്യണം? ഫുൾ ഫിനിഷ് ചെയ്ത് തീർക്കുകയാണ്. അതുകൊണ്ടാണ് ഖത്തം എന്ന് പറയുന്നത്, ഖത്തമുൽ ഖുർആൻ എന്ന് പറയാൻ കാരണം. ഖാത്തിമുൻ നബി എന്ന് പറഞ്ഞാൽ നബിമാരുടെ തുടക്കം മുതൽ അവസാനം വരെയുള്ള ആ നുബുവത്തിന്റെ മൊത്തത്തിൽ എന്ത് ചെയ്ത് ക്ലോസ് ചെയ്തു. ആര് വരുന്നോട് കൂടി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഖാത്തിമായി. മോതിരത്തിന് ഖാത്തമാണ്, ഒരക്ഷരത്തിന്റെ മാറ്റമാണ്. അത് ഖാത്തിമാണ്, മറ്റേത് ഖാത്തമാണ്. രണ്ടാണ്. അപ്പൊ അല്ലാഹു തആല സീല് വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോ ഇവിടെ ഇത് യഥാർത്ഥത്തില് അല്ലാഹു തആല ഹൃദയത്തില് സീല് വെക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ മജാസിയാണ്. ഒരു ഒറിജിനൽ സീലല്ല ഉദ്ദേശിക്കുന്നത്. ഒറിജിനൽ മൂടി വെക്കല്ല. ഒറിജിനൽ സാധനം കൊണ്ട് അതിക്കൊന്നും കേൾക്കാൻ പറ്റാത്ത രൂപത്തിൽ ഇപ്പൊ ഉദാഹരണം പറയുന്നത് ഹൃദയത്തിൽ അങ്ങനെ ഒരു മൂടി വെക്കുക. വല സമയം, സമയന്റെ മേലില് കേൾവിന്റെ മേലിൽ മൂടി വെക്കുക എന്ന് പറഞ്ഞാൽ കേൾവിന്റെ ഇവിടെ അല്ലാഹു തആല ഒരു പിന്നെന്ത് ചെയ്യാ? ഒരു സാധനം കൊണ്ട് വെച്ചിട്ട് പിന്നെ ഒന്നും കേൾക്കാൻ പറ്റാത്ത അവസ്ഥയിലാക്കുക. അങ്ങനെ ഹക്കീക്കത്തിൽ ചെയ്തതാണോ? യാഥാർത്ഥ്യത്തിൽ വന്നതാണോ? ഇല്ല. മജാസിയായിട്ട് പറഞ്ഞു. മജാസി പറഞ്ഞ അതിന്റെ ആലങ്കാരികമായ പ്രയോഗമാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ? നേരെ വെച്ച് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ? നേരെ വെച്ച് പിന്നെ ഹക്കീക്കത്തിൽ സീല് വെക്കുന്ന സാഹചര്യമുണ്ട്. ഹക്കീക്കത്തിൽ എന്നുള്ള യാഥാർത്ഥ്യത്തിൽ ശീലായിട്ട് തന്നെ വെക്കുന്ന സാഹചര്യവും ചിലപ്പോൾ മനുഷ്യന് ഉണ്ടാവാറുണ്ട്. ഉണ്ടാവും. അല്ലാഹു തആല സീല് വെക്കുന്ന ഒരു സാഹചര്യം മനുഷ്യനുണ്ട്. അപ്പൊ മനുഷ്യന് എന്ത് ചെയ്യാൻ പറ്റില്ല? അവിടെ ഒറിജിനൽ സീലാണ്. ഈ സീല് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ സീല് കൊണ്ട് അവർക്ക് ആ സംഭവത്തിന് തടസ്സമൊന്നുമില്ല. തീരെ ഇവിടെ സീല് ചെവിയില് കാതിലെ സീല് വന്നതുകൊണ്ട് തീരെ കേൾക്കാൻ പറ്റാത്ത അവസ്ഥ, അങ്ങനെ ഒരു സീല് വന്നതല്ല. ഇത് അലങ്കാരികമായി പറഞ്ഞാൽ ഞാൻ ഒറിജിനൽ സീല് വെക്കുന്ന ഒരു സാഹചര്യം ആർക്കുണ്ട്? മനുഷ്യരുണ്ട്. നിങ്ങൾക്ക് ആലോചിച്ചാൽ കിട്ടും. എവിടെയാണ് അല്ല, ഒറിജിനൽ സീല് മനുഷ്യനിൽ അല്ലാഹു തആല വെക്കുന്ന സാഹചര്യം ഉണ്ട്. എവിടെയാണ്? ആഖിറത്തിൽ അല്ലേ? അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം. അവിടെ ആഖിറത്തിൽ അവരുടെ വായിൽ ഞാൻ മുദ്ര വെക്കും. അപ്പൊ പിന്നെ ആ വായ കൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല?
സംസാരിക്കാൻ പറ്റില്ല. അവിടെ സംസാരിക്കാൻ വായനോട് അല്ലാഹു തആല ആവശ്യപ്പെടുന്നില്ല. അവിടെ സംസാരിക്കും, നിങ്ങൾ വായന മുദ്ര വെച്ചിട്ട് നിങ്ങൾ വായോണ്ട് സംസാരിക്കും എന്ന് അല്ലാഹു തആലയോട് പറയുന്നില്ല. ഇല്ല, കൈകാലുകളോടാണ് സംസാരിക്കാൻ പറയുന്നത്. ഇവിടെ കാതിൽ സീല് വെച്ചിട്ടുണ്ടെങ്കിലും ആ കാതുകൊണ്ട് തന്നെ ഇനിയും കേൾക്കണമെന്ന് വീണ്ടും വീണ്ടും അല്ലാഹു തആല എന്ത് ചെയ്യുന്നുണ്ട്, അവരോട് പറയുന്നുണ്ട്. അപ്പൊ ഹക്കീക്കത്തിലുള്ള സീലല്ല, അല്ലാഹു തആല സീല് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് പൂട്ടി ലോക്കാക്കി വെച്ചില്ല, ഇനിയാണ്ടൊന്നും കേൾക്കൂല എന്ന അർത്ഥത്തിലല്ല. ആ കാതുകൊണ്ട് തന്നെ ഇനിയും കേൾക്കണം. ആഖിറത്തിൽ സീലല്ല. അതുകൊണ്ട് അല്ലാഹു തആല അവരോട് വീണ്ടും തക്ലീഫ് പറയുന്നുണ്ട്. ഇവരെ കാതിൽ സീല് വെച്ച് കണ്ണില് മൂടി വന്നു ഒക്കെ ഉണ്ടെങ്കിലും അവരോട് വീണ്ടും വീണ്ടും നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങൾ ദൈവത്തിന്റെ മാർഗത്തിലേക്ക് വരി എന്ന് അല്ലാഹു തആല അവരോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. വീണ്ടും വീണ്ടും പ്രവാചകൻ പറയുന്നുണ്ട്. അത് ആലങ്കാരികമായ ഒരു പ്രയോഗമാണ്. എന്തുകൊണ്ടാണ് അല്ലാഹു തആല സീല് വെച്ചു എന്ന് പറയുന്നത്? അതിനൊരു കാരണമുണ്ട്, ഇൻഷാ അല്ലാഹ് പറയാം. അപ്പൊ ഖതമല്ലാഹു, അല്ലാഹു തആല മുദ്ര വെച്ചിട്ടുണ്ട്. ഈ പരിശുദ്ധ ഖുർആനിൽ ഈ ഒരു പ്രയോഗം എന്ന് പറഞ്ഞാല് അവരുടെ മുദ്ര വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ചില ദുഷ്ട ചിന്താഗതി കാരണം, അതായത് അവർ അവിശ്വാസത്തിനോടുള്ള ഒരു ഇഷ്ടം അവർക്ക് കൂടുതലുണ്ടായി, തിന്മകളോട് അവർക്ക് കൂടുതൽ ഇഷ്ടമുണ്ടായി, ഈമാനോട് അവർക്ക് എന്തുണ്ടായി, വെറുപ്പുണ്ടായി, ഇബാദത്തിനോട് അവർക്ക് എന്തുണ്ടായി, ഒരു വെറുപ്പുണ്ടായി. ഈ അവസ്ഥ അവർക്ക് വന്നു. ഈ അവസ്ഥ വന്നതുകൊണ്ടാണ് ഈ അവസ്ഥ വരാൻ കാരണം അവരുടെ മോശമായ ഈ അവസ്ഥ അവർക്ക് വന്നു. അതാണ് ഇവിടെ സീല് എന്ന് പറയുന്നത്. ഈമാനോട് ഇഷ്ടമില്ല, കുഫറിനോട് ഇഷ്ടം, തിന്മകളോട് ഇഷ്ടം, നന്മകളോട് വെറുപ്പ്. ഈ അവസ്ഥയിൽ ചില ആളുകളായി മാറുന്നുണ്ട്. ആയി മാറാനുള്ള കാരണം എന്താണ്? അത് ആ അവസ്ഥക്കാണ് ഇവിടെ എന്ത് പറയുന്നത്, സീല് എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണ്? അവരുടെ മോശമായ നിലപാട് കൊണ്ടാണ്, അവർക്കുള്ള മോശമായ തഖ്ലീദ് കൊണ്ടാണ്, നന്മയെ അന്വേഷിക്കാത്തത് കൊണ്ടാണ്, അവർക്ക് താക്കീദിനോട് യാതൊരു എഫക്റ്റും തോന്നാത്തത് കൊണ്ടാണ്. കാരണം അവര് നന്മന്റെ വഴി അന്വേഷിക്കണില്ല. ഈ നന്മ ആരെയും ഉപദേശിച്ചാൽ അത് സ്വീകരിക്കാൻ റെഡിയല്ല. അവർക്ക് തിന്മയുടെ ആളുകളാണ് അവർ അനുകരിക്കുന്നത്. അങ്ങനെയൊക്കെ വന്നപ്പോ എന്തായി, അവർ ഈ അവസ്ഥയിലെത്തിയപ്പോൾ അതിന് ആലങ്കാരികമായി അല്ലാഹു തആല എന്ത് പറയുന്നു, സീൽ എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ മനുഷ്യന്റെ നന്മകൾ കേൾക്കാനുള്ള ആ മാനസിക മൂഡ് നഷ്ടപ്പെടുന്നതിന് സീൽ എന്ന് പറയും. ഖുർആനിൽ ഇങ്ങനെ മനുഷ്യന്റെ സീൽ വെക്കുന്നതിന് പരിശുദ്ധ ഖുർആനിൽ പല പ്രയോഗം നടത്തിയിട്ടുണ്ട്. അതിൽ ഒരു പ്രയോഗം മാത്രമാണ് ഖത്തമ എന്നുള്ളത്. അല്ലാത്ത വേറെ രീതിയിലും മനുഷ്യന് നന്മകൾ കേൾക്കാനുള്ള അവസരത്തോടുള്ള മൂഡ് നഷ്ടപ്പെടുന്നതിന് സീൽ എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ആയത്തിൽ വേറെ പദങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ട്. ഉദാഹരണം പറയാം. ചിലടത്ത് തൊബഅ് എന്ന് പറയുന്നത്, തൊബഅ് പറഞ്ഞാൽ എന്താണ്? മൂടി. ഉലൈക അല്ലദീന തബഅല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ അബ്സാറിഹിം. സൂറത്തു നജ്മിൽ പറയുന്നു, അല്ലാഹു തആല അവരുടെ കാതിലും കാഴ്ചയിലും മൂടി വെച്ചിട്ടുണ്ട്. അവിടെ തബഅ് എന്നാ പറയുന്നത്. അതും ഈ അവസ്ഥ നഷ്ടപ്പെട്ടതിന് പറയുന്ന പേരാണ്. ചിലയിടത്ത് അല്ലാഹു തആല അശ്രദ്ധ എന്ന നിലക്ക് പറയപ്പെട്ടു, ഒഫലത്ത് എന്ന പദം പ്രയോഗിച്ചിട്ടുണ്ട്. വലാ തുതി മൻ അഗ്ഫൽനാ ഖൽബഹു എന്നാണ്. ഞാൻ അശ്രദ്ധ ആക്കിയ കുറെ ആൾക്കാരുണ്ട്, അവരെ ഞാൻ അശ്രദ്ധയിലാണ് വിട്ട, അവരെ അശ്രദ്ധന്റെ ആളുകളാക്കി ഞാൻ മാറ്റിയ ആൾക്കാരുണ്ട്. അവരെ നിങ്ങൾ എന്ത് ചെയ്യണ്ട, അനുസരിക്കണ്ട. അതും സീലനാണ്. ചില ആളുകളെ ഞാൻ അശ്രദ്ധരാക്കി വിട്ടിട്ടുണ്ട്. ആ അശ്രദ്ധരായി വിട്ട ആൾക്കാരെ നിങ്ങൾ എന്ത് ചെയ്യണ്ട, വഴിപ്പെടാൻ പോവണ്ട. ചില ആയത്തിൽ ഈ മുദ്രക്ക് ഈ ഹൃദയ കാഠിന്യം എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണമായി പറയുന്നത് സൂറത്തുൽ മാഇദയിൽ കാണാം, വജഅൽനാ ഖുലൂബഹും ഖാസിയ. അവരെ ഹൃദയത്തെ ഞാൻ കട്ടിയുള്ള ഹൃദയമാക്കി. കട്ടിയുള്ള ഖസാവത്തുൽ ഖൽബ് എന്താ? ഹൃദയത്തിന്റെ കടുപ്പം, കട്ടിയെന്നാണ്. അപ്പൊ അവരെ ഹൃദയത്തെ ഞാൻ കട്ടിയുള്ള ഹൃദയമാക്കി. ഇതൊക്കെ ഉദ്ദേശിക്കുന്നത് എന്താണ്? നന്മകൾ കേൾക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് അവരെ മനസ്സിനെ ആര് മാറ്റി? അല്ലാഹു തആല മാറ്റി. അല്ലാഹു തആല എന്തിനു മാറ്റി? ഞാൻ പറയും. അപ്പോ ഇതൊക്കെ മൊത്തത്തിൽ അല്ലാഹു തആല മാറ്റി എന്ന് പറയുമ്പോൾ അല്ലാഹു തആല അവരെ
ആ അവസ്ഥയിലേക്ക് മാറ്റി എന്നത് അള്ളാഹുവാണ്. കാരണം എല്ലാ തിന്മകളും സംഭവിക്കുന്നു, നന്മകളും സംഭവിക്കുന്നു. ഇതിന്റെ ഹക്കീക്കിയായ പ്രവർത്തനം അല്ല യഥാർത്ഥ ഉടമസ്ഥൻ ആരാണ്? അള്ളാഹുവാണ്. പക്ഷെ അത് ചില സബബുകൾ കൊണ്ട് സംഭവിക്കുന്നത്, കാരണങ്ങൾ കൊണ്ട് സംഭവിക്കുന്നത്. അല്ലാതെ അള്ളാഹുത്താല അവരെ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റാത്തവരാണ് ആദിക്കനെ മാറ്റി വെച്ചതല്ല. അവരുടെ ചെയ്തികൾ കാരണം അള്ളാഹുത്താല എന്ത് ചെയ്തു? ആ അവസ്ഥയിലേക്ക് അവരെ മാറ്റി. അതിന് കാരണക്കാരാരാണ്? അള്ളാഹു അല്ല. അതിന് കാരണക്കാരാരാണ്? മനുഷ്യരാണ്. അത് പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. ഞാൻ എന്തുകൊണ്ട് ഈ അവസ്ഥയിൽ ചില ആളുകളെ നന്മ സ്വീകരിക്കാൻ പറ്റാത്ത അവസ്ഥ, മാനസികാവസ്ഥയിൽ ചില ആളുകളാക്കി തിന്മയോടുള്ള ഇഷ്ടത്തിലുള്ള അടുപ്പത്തിലേക്ക് മൈൻഡ് വരാനുള്ള കാരണക്കാരാക്കി ചില ആളുകളെ മാറ്റി. ഇനി കാരണം അല്ലാഹു തആല പറയുന്നുണ്ട്. എന്താ പറയുന്നത്? സൂറത്തുൽ നിസായിൽ കാണാം, ബൽ തബഅല്ലാഹു അലൈഹാ ബികുഫ്രിഹിം. അവർ അവിശ്വാസം തിരഞ്ഞെടുത്തപ്പോൾ അല്ലാഹു തആല എന്ത് ചെയ്തു? അവരുടെ ഹൃദയത്തിന് മുദ്ര വെച്ചു. മറ്റൊരു ആയത്തിൽ കാണാം, സൂറത്തുൽ മുനാഫിഖുകൾ കാണാം, ദാലിക ബിഅന്നഹും ആമനൂ സുമ്മ കഫറൂ ഫതുബിഅ അലാ ഖുലൂബിഹിം. അവരാദ്യം വിശ്വാസികളായിരുന്നു, പിന്നെ അവിശ്വാസികൾ. വിശ്വാസം കിട്ടി, പിന്നെ ആദ്യം ഈമാൻ കിട്ടി, ഹിദായത്ത് കിട്ടി, ഈമാൻ കിട്ടി, പിന്നെ അവിശ്വാസത്തിലേക്ക് പോയി. അപ്പൊ അല്ലാഹു തആല എന്ത് ചെയ്തു? അവരുടെ ഹൃദയം എന്ത് ചെയ്തു? സീൽ വെച്ചു. അപ്പൊ എന്താണ് ഈ സീൽ എന്ന് മനസ്സിലാക്കണം. ഈ മുദ്ര വന്നതുകൊണ്ട് തീരെ അവർക്ക് നന്നാകാൻ കഴിയില്ലേ? ചില സമയത്ത് ഈ സീലുകൾ മനുഷ്യന് വരും, ഈ മുദ്ര മനുഷ്യന് വരും, അള്ളാഹുവിന്റെ അടിമക്ക് വരും. ഈ മുദ്ര വരുന്നതോടുകൂടി മനുഷ്യന് പിന്നീട് ഒരിക്കലും നന്നാകാൻ കഴിയില്ലേ? അങ്ങനെയില്ല. ഈ മുദ്ര വന്നാലും മനുഷ്യന് വീണ്ടും തിരിച്ചു വരാൻ കഴിയും, നന്നാകാനും കഴിയും. അപ്പൊ പിന്നെ ഈ മുദ്രയുടെ ഉദ്ദേശം എന്താണ്? അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണ്ടല്ലോ. ഞാൻ പറയുന്നത്, ഈ ഇപ്പൊ ദീനിന് നമ്മൾ കാണുന്ന കഠിനമായ ധിക്കാരം നടത്തിയ ആളുകൾ പലരെയും നമുക്ക് കാണാം. ദീനിനെ പച്ചയായിട്ട് അധിക്ഷേപിച്ച് പ്രവാചകനെ റബ്ബിനെയൊക്കെ ആക്ഷേപിച്ച് അവരൊക്കെ മുദ്ര വെക്കണമെങ്കിൽ മുദ്രനെ അങ്ങേ തലം വെക്കണം. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്? കലിമ ചൊല്ലുന്നുണ്ട്. അപ്പൊ പിന്നെ ആ മുദ്ര എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ ഇസ്ലാമിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളും അനുഭവിച്ച പ്രയാസങ്ങളുടെയും യുദ്ധത്തിന്റെയും ഒരു വലിയ മുഴുവൻ കാര്യങ്ങൾക്കും മക്കം ഫത്ഹ് വരെ നേതൃത്വം കൊടുത്ത ആളാണ് ആര്? അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു. എന്തായാലും മടി അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു പറയണം. പക്ഷേ അബൂ സുഫിയാൻ എന്തായി? ഇസ്ലാം സ്വീകരിച്ചു. ഇക്രിമ ഇസ്ലാം സ്വീകരിച്ച്, അബൂജഹലിന്റെ മകനാണ്, ഇസ്ലാം സ്വീകരിച്ചു. അപ്പൊ ചില ആളുകളുടെ ഹൃദയത്തില് ഇങ്ങനെ അല്ലാഹു തആല മുദ്ര വെക്കുക എന്നുള്ള ഉദ്ദേശം തീരെ ഈമാൻ കിട്ടാത്ത അവസ്ഥയിലേക്ക് അവർ പോകുമെന്നാണോ? അതല്ല ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ മുദ്ര ചിലപ്പോൾ ആർക്കും വരാൻ ചാൻസ് ഉണ്ട്. അതെന്താ കാരണം? അതാണ് മഹാന്മാർ പറയുന്നത്. ഇവിടെ മുദ്ര എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലാഹു തആലയുടെ, അള്ളാഹുവിന്റെ അടിമക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ്? ലാ തംനഉൽ അബ്ദ മിനൽ ഈമാനി ജബ്റൻ. നിർബന്ധമായും ബലപ്രയോഗത്തിലൂടെ ആ അടിമയെ എന്തല്ല ഈമാന്റെ അവസ്ഥയെ സ്വീകരിക്കുന്ന തൊട്ട് എന്തല്ല തടയൽ അല്ല. അല്ലെങ്കിൽ ലാ തഹ്മിലു അലൽ കുഫ്രി കറഹൻ, നിർബന്ധിച്ചിട്ട് കുഫ്ർ ചെയ്യേ എന്ന് അല്ലാഹു തആല ചെയ്യിപ്പിക്കല്ല. അല്ലെങ്കിൽ പിന്നെ ഈമാനിലേക്ക് ആ അടിമ വരുമ്പോ എന്തല്ല ഈമാനിന് പറ്റൂല എന്ന അവസ്ഥയിലേക്ക് അടിമയെ ബ്ലോക്ക് ചെയ്യലാണോ? അത് രണ്ടുമല്ല. എന്താണ് ഉദ്ദേശിക്കുന്നത്? കാരണം ഇവിടെ ഇത് അവനക്കുള്ള ഒരു അഡീഷണൽ ശിക്ഷയാണ്. അയാളുടെ മാനസിക നിലപാട് അയാൾ മോശമായി എടുത്തതുകൊണ്ട് ഇതിന്റെ എല്ലാ അള്ളാഹുവിന്റെ നിയമത്തിന്റെ മുമ്പിൽ അയാൾ എടുക്കുന്ന നിലപാടിന്റെ മോശത്തരം കൊണ്ട് അള്ളാഹു തആല അയാൾക്ക് അപ്പോൾ കൊടുത്ത ഒരു ശിക്ഷയാണ്. അതായത് അയാൾ ആ നിലപാടെടുത്തു, ഈമാനെതിരെ ഈമാന് പകരമായി അയാൾ കുഫറിനെ എന്ത് ചെയ്തു? തെരഞ്ഞെടുത്തു. അപ്പൊ അല്ലാഹു തആല എന്ത് ചെയ്തു? ആ ഒരു ശിക്ഷയായിട്ട് കുഫർ സ്വീകരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക്, ഈമാൻ സ്വീകരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കുള്ള ഒരു നിലപാടിന്റെ വർധനവ് കൊടുത്തു. ഇനി അയാളെങ്ങാനും ഒന്ന് ചിന്തിക്കുകയാണ്, അല്ല ഞാൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കട്ടെ, ചിലപ്പോ പ്രവാചകൻ പറഞ്ഞത് ശരിയാണോ എന്ന് ചിന്തിച്ചെന്ത് ചെയ്യും? ആ ശിക്ഷ ആര് പിൻവലിക്കും?
അല്ലാഹു തആല പിൻവലിക്കും. അതുകൊണ്ട് ആ തൊബ ഒഴിവാകും. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്, അപ്പൊ അള്ളാഹുവിന്റെ അടിമയുടെ ലുത്തുഫ്, അള്ളാഹുവിന്റെ ലുത്തുഫ് എന്ന് പറയുന്നത് ദയയുടെ ഒരു സിഫത്തോടെ അവർക്ക്, അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ സിഫത്ത്, നന്മന്റെ അതാണ്. ഇത് നമുക്ക് എപ്പോഴും ഉണ്ട്. അടിമക്ക് സ്വയം ഇഖ്തിയാർ, നന്മ തിരഞ്ഞെടുക്കാനുള്ള അവസ്ഥ അള്ളാഹു തആല എല്ലാ സ്പോട്ടിലും നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് അപ്പൊ തോന്നണം ഇത് നന്മയാണ്, നന്മയിലൊക്കെ പോകണം തോന്നിയാൽ അപ്പൊ അള്ളാഹുവിന്റെ ദയയുടെ സിഫത്ത് നമ്മളിലേക്ക് വരും, കാരുണ്യത്തിന്റെ സിഫത്ത് നമുക്ക് വരും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, ആ ഇബാദത്ത് നന്നായി ചെയ്യണം, വീണ്ടും വീണ്ടും നന്നായി ചെയ്യണം. അതുകൊണ്ട് നമ്മൾ നന്നാവണം എന്ന് വിചാരിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നുണ്ട്, അള്ളാഹാണ് പറഞ്ഞാൽ നന്നാവണം എന്ന് വിചാരിച്ചാൽ നന്നാകാനുള്ള സാഹചര്യവും കാരണങ്ങളൊക്കെ അള്ളാഹു തആല എന്ത് ചെയ്യും, വളരെയധികം എളുപ്പമാക്കി തരും. നന്നാവണ്ടാ തീരുമാനിച്ചാലോ കേടാനുള്ള സാഹചര്യത്തിൽ എന്ത് ചെയ്യും, വേഗം മനുഷ്യൻ എന്ത് ചെയ്യും, പോവുകയും ചെയ്യും. അതെന്താണ്, ശിക്ഷയാണ്. അവിടെ ശിക്ഷയാണ്. ആ ശിക്ഷ വരികയാണ്. ശിക്ഷ വരുമ്പോൾ തൊബ വരും. നന്മ തിരഞ്ഞെടുക്കുമ്പോൾ ഏത് വരും, അള്ളാഹുവിന്റെ ലുത്തുഫ് വരും. ഇതാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ തീരെ അടിമക്ക് അള്ളാഹു തആല സീൽ വെച്ച് മുദ്ര വെച്ചുകൊണ്ട് ഒരു നിലക്കും അടിമക്ക് ചെയ്യാൻ പറ്റില്ല, ഇനി നന്നാകാൻ പറ്റില്ല എന്ന സാഹചര്യമല്ല ഇവിടെ വിശദീകരിക്കുന്നത്. അങ്ങനെ അള്ളാഹു തആല പിന്നെ അവരെ ആക്ഷേപിക്കൂല. വേറെ ആയത്തിൽ ഇതിനൊക്കെ, ഈ ആയത്തൊക്കെ ഇറങ്ങിയതിനു ശേഷം സൂറത്തുൽ ഇൻഷിഖാഖിലൊക്കെ പറയുന്നുണ്ട്, ഫമാ ലഹും ലാ യുഅ്മിനൂൻ, ഇവർക്ക് എന്താ പറ്റിയത്, ഇവരിപ്പോഴും വിശ്വസിക്കുന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ അള്ളാഹു തആല സീൽ വെച്ച് മുദ്ര വെച്ചിട്ട് പിന്നെ അള്ളാഹു എന്നെ എന്താ അവരുടെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോ യഥാർത്ഥത്തിൽ ഈമാൻ സ്വീകരിക്കാൻ പറ്റുന്ന അവസ്ഥയെ പൂർണ്ണമായും തടഞ്ഞതല്ല. അവിടെ ആ ചെയ്തി കാരണം തൽക്കാലം അല്ലാഹു തആല എന്ത് ചെയ്തു, അവർക്ക് ഒരു മോശമായ അവരുടെ ചിന്താഗതിയിലുള്ള ഒരു ശിക്ഷയായിട്ട് അവരുടെ. അപ്പൊ നമ്മൾ തിന്മയുടെ മാർഗം തിരഞ്ഞെടുത്താൽ, അത് അതിനോട് ഇഷ്ടം കാണിച്ചാൽ പിന്നെയും തിന്മയോട് ഇഷ്ടം എന്ത് നമുക്കിങ്ങനെ കൂടി കുറ്റബോധം വരാഞ്ഞാൽ അതിനോട് ഇഷ്ടം ഇങ്ങനെ കൂടി വരും. അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞാൽ തിന്മയായിട്ട് തന്നെ, തിന്മല്ലായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യും, തോന്നാൻ പറ്റാത്ത അവസ്ഥയിൽ കാര്യം വരും, നമ്മൾ വരും. അതെന്താ കാരണം, അത് ഈ തൊബാണ്, ഖത്തമാണ്. അല്ലാഹു തആല നമ്മളൊക്കെ ആകട്ടെ. അപ്പൊ ഈ ആയത്തിൽ പറയുന്നത് ഖതമല്ലാഹു അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളുടെ മേൽ അല്ലാഹു തആല എന്ത് ചെയ്തു, സീൽ വെച്ചു. ഹൃദയങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് കുറെ ഹൃദയം ഉണ്ടാവില്ലല്ലോ, ഓരോരുത്തരുടെയും ഹൃദയം എന്ന അർത്ഥത്തിലേക്കാണ് അങ്ങനെ പോകുന്നത്. വഅലാ സമഇഹിം, അവരുടെ ഏതിന്റെ മേലും, അവരുടെ കേൾവിന്റെ മേലും വെച്ചു. കേൾവികൾ എന്ന് പറഞ്ഞിട്ടില്ല. എന്നുവെച്ചാൽ വഅലാ അബ്സ്വാരിഹിം, അവിടെ കാഴ്ചകൾ എന്ന് പറഞ്ഞു. ബസറ എന്നതിന്റെ ജമ്മാണ് അബ്സ്വാർ. ബസർ എന്ന് പറഞ്ഞ ഇസ്മാണ്, ഈ അവയവത്തിന്റെ പേരാണ്. കേൾവി എന്ന് പറഞ്ഞാൽ എന്തല്ല, കേൾവി എന്ന് പറഞ്ഞാൽ ഇസ്മാണോ, ഒരു പേരാണോ? അല്ല, ഒരു ക്രിയയാണ്. ഞാൻ ഭാഷയിലുള്ള വ്യത്യാസം പറയാണ്. കേൾവി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ക്രിയയാണ്, കേൾക്കാം അല്ലെ, അതെന്താണ്, ഒരു ക്രിയയാണ്. അപ്പൊ ആ ക്രിയ എന്താവൂല, ജമ്മാക്കൂല. കേൾക്കലുകൾ എന്തെയ്യില്ല, പറയില്ല. കേൾക്കുക എന്ന് മാത്രമേ പറയുള്ളൂ. അതുകൊണ്ടാണ് പിന്നെ സമഇ എന്നതിന് എന്ത് ചെയ്ത് ജമ്മാക്കാത്ത കാരണം, ബഹുവചനാക്കാത്ത കാരണം. അത് വെച്ച് ബസർ എന്ന് പറഞ്ഞ അവയവമാണ്, ഇസ്മാണ്. അപ്പോ അബ്സ്വാർ എന്ന് ബഹുവചനാക്കാം. പിന്നെ വേറെ അർത്ഥത്തിലേക്ക് പോവാം. അറബി ഭാഷയിൽ രണ്ട് ജമ്മുകൾക്കുള്ള നടുവിൽ ഒരു മുഫ്രദ് പറഞ്ഞാലും ജമ്മിന്റെ അർത്ഥത്തിലേക്ക് പോകും എന്നുള്ളതാണ്. അങ്ങനെയും ഭാഷയിലെ പ്രയോഗം. അപ്പോ ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സമഇഹിം വഅലാ അബ്സ്വാർ. അപ്പുറത്തും ജമ്മാണ്, ഇപ്പുറത്തും ജമ്മാണ്. അപ്പൊ അതിലേക്ക് എന്ത് ചെയ്യും, നടുവിലെ സാധനത്തിൽ എന്ത് ചെയ്യും, ചേർത്ത് കൊടുക്കുന്ന പ്രയോഗം ഖുർആനിൽ നിരവധി ഉണ്ട്. ഞാൻ പറയുന്നത് ഇതൊക്കെ ഒരു ഭാഷ, ഇതൊന്നും ആർക്കും പരിഹസിക്കാൻ പറ്റില്ല. പ്രവാചകൻ ഇതൊക്കെ ഞാൻ പറയുന്നുണ്ടോ, പ്രവാചകൻ ആരല്ല, ഒരു ഭാഷാ പണ്ഡിതനല്ല. പ്രവാചകനെ കുറിച്ച് നമ്മൾ പറയുന്നത് എന്താണ്, ഉമ്മി എന്നാണ്, എഴുതാനും വായിക്കാനും അറിയാത്ത ആളാണ്. പക്ഷെ ഒരു ഭാഷാ നിപുണന് പോലും ഈ ആയത്ത് വെച്ചിട്ട് നബിതങ്ങളെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഗണ്ണിക്കാൻ പറ്റില്ല. ഈ ഭാഷയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഭാഷയുടെ അഗാധമായ പാണ്ഡിത്യം ഈ പ്രയോഗത്തിലുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഗാധമായ പാണ്ഡിത്യം. എഴുതാനും വായിക്കാനും അറിയാത്ത നബിതങ്ങളാണ് ഈ ഭാഷയുടെ മാസ്മരിസം ഇവിടെ കാണിക്കുന്നത്. അതെന്താണ്, അത് ഒന്ന് മാത്രമാണ് നബിതങ്ങളുടെ ഏതാണ്, മുഅ്ജിസത്ത്.
അപ്പൊ ചിലത് അങ്ങനെ തന്നെ വരും, അല്ലാതെ അറിയാണ്ട് വിട്ടാനില്ല. ഭാഷന്റെ ഉള്ളിലേക്ക് ചിന്തിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് അറബി സാഹിത്യം അറിയുന്ന അന്നത്തെ സാഹിത്യ നിപുണർ പോലും ഇതെന്തല്ല, ഇത് സാഹിത്യമല്ല എന്ന് പറയാൻ കാര്യം അതിനപ്പുറത്തുള്ളതാണ്. അപ്പൊ ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സംഇഹിം, അവരുടെ കേൾവിയുടെ മേലും അല്ലാഹു തആല എന്ത് ചെയ്തു, സീൽ വെച്ചു. വഅലാ അബ്സാറിഹിം, അവരുടെ ദൃഷ്ടികളുടെ മേലുണ്ട് ഇഷാവ, അതിന്റെ മുകളിലും എന്തുണ്ട്, ഒരു തരം മൂടിയുണ്ട്. അപ്പൊ കാണാനും കഴിയുന്നില്ല, നന്മ കാണാനും കഴിയുന്നില്ല, നന്മ കേൾക്കാനും കഴിയുന്നില്ല, നന്മ ചിന്തിക്കാനും കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഇവിടെ പറഞ്ഞെന്താ നോക്കൂ, ഇവിടെ പറഞ്ഞെന്താ, ഇവിടെ ഹൃദയം പറഞ്ഞു, ഇവിടെ കാതിനെ പറഞ്ഞു, ഇവിടെ കണ്ണിനെ പറഞ്ഞു. ഈ അവയവങ്ങൾ മാത്രം പറയാൻ കാരണം എന്താണ്, ഈ അവയവങ്ങളാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ സംബോധന തക്ലീഫിന് വേണ്ടി ഉപയോഗിക്കേണ്ട അവയവങ്ങൾ ഇത് മാത്രം. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനിൽ ഈ 3 അവയവങ്ങളെ ഈ 3 അവയവങ്ങളിലേക്ക് ഈ താക്കീത് നൽകിക്കൊണ്ടാണ് ഖുർആനിലെ പ്രയോഗങ്ങളൊക്കെ ഉള്ളത്. ഇത് 3 വർക്കൗട്ട് ആയാലാണ് ഈ 3 അവയവത്തിലൂടെയാണ് മനുഷ്യൻ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ കഴിയുക. നിങ്ങൾ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിൽ കാണാം അഫലാ തഅഖിലൂൻ, അവിടെ ഹൃദയമാണ് പറയുന്നത്. ചില ആയത്തിൽ കാണാം അഫലാ തുബ്സിറൂൻ, നിങ്ങൾ കാണുന്നില്ല, അവിടെ ഏതാ പറയുന്നത്, കാഴ്ച. ചില ആയത്തിൽ കാണാം അഫലാ തസ്മഊൻ, നിങ്ങൾ കേൾക്കുന്നുണ്ട്. അവിടെ ഹൃദയത്തിൽ സീല് വെക്കാന്ന് പറഞ്ഞാൽ ഈ അവയവത്തിനെ സീല് വെച്ചു എന്നല്ല, അവിടെ ഉദ്ദേശിക്കുന്നതാണ് ചിന്ത വർക്കൗട്ട് ചെയ്യുന്ന ആ മേഖല എവിടെയാണോ ആ സ്ഥലത്ത് എന്ത് ചെയ്യപ്പെട്ടു, ലോക്ക് ചെയ്യപ്പെട്ടു എന്നാണ്. അല്ലാതെ ഈ ഒരു അവയവം അല്ല അവിടെ സ്പെസിഫൈ ചെയ്യുന്നത്. മനുഷ്യന് അള്ളാഹുവിനെ ചിന്തിക്കാൻ പറ്റുന്ന, നന്മയിലേക്ക് പോകാൻ പറ്റുന്ന ചിന്തയുടെ വർക്ക് ചെയ്യുന്ന ആ മേഖല എന്ത് ചെയ്തു, അവിടെ ലോക്ക് ചെയ്യപ്പെട്ടു എന്ന് മനസ്സിലാക്കണം. പിന്നെ ഇവിടെ പറഞ്ഞത് ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ അബ്സാറിഹിം വഅലാ സമഇഹിം എന്ന് പറഞ്ഞു അല്ലേ. പിന്നെ വഅലാ അബ്സാറിഹിം, അവിടെ കണ്ണുകളിലുണ്ട്, അതിന്റെ കൂടെ പറയാണ് അവിടെ കണ്ണുകളിലുണ്ട് ഇഷാവത്തും, എന്തുണ്ട്, അല്ലാഹു തആല ഒരു മൂടി കണ്ണുകളിലും എന്ത് ചെയ്തിട്ടുണ്ട്, വെച്ചിട്ടുണ്ട് എന്ന് അല്ലാഹു തആല പറയണം. അതുകൊണ്ട് അല്ലാഹു തആല പറയുന്നു, അതുകൊണ്ട് ഈ സീല് പോവാതെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നന്നാവാൻ കഴിയില്ല. ഈ സീല് പോകണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ സീല് ഉദ്ദേശിക്കുന്ന അല്ലാഹുവിന്റെ ശിക്ഷയാണ്. ഇത് പോകണം എന്ത് ചെയ്യണം, ഒരു നന്മന്റെ ഭാഗത്ത് എന്ത് ചെയ്യണം, അവര് ചിന്തിക്കണം. ആ ചിന്തിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണുള്ളത്, അവർക്കാണ്. ആ ചിന്തിക്കാനുള്ള കഴിവ് സ്വതന്ത്രമായി ആര് കൊടുത്തിട്ടുണ്ട്, അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. വലഹും, അതുകൊണ്ട് അവർക്കുണ്ട് താനും അദാബുൻ അളീം, ഭയങ്കരമായ ഗുരുതരമായ ഗൗരവമായ ശിക്ഷ ആർക്കുണ്ട്, അവർക്ക് ഉണ്ട്. കടുപ്പം കൂടിയ ശിക്ഷ അവർക്കുണ്ട്. അദാബ് എന്ന് പറഞ്ഞാൽ എന്താണ്, ശിക്ഷ എന്നാണ്. അദാബ് എന്ന് പറഞ്ഞ ശരിക്കും എന്താണ്, ഭാഷയിൽ അദാബ്, ശിക്ഷക്ക് അദാബ് എന്ന് പറയാൻ കാരണം എന്താ, അദാബ് എല്ലാവർക്കും അറിയാലോ, അറബി എല്ലാവർക്കും പറയാം, ആള് ഭയങ്കര അദാബിലാണ് എന്ന് പറയാറുണ്ട് അല്ലെ. അദാബ് എന്ന് പറഞ്ഞ ശിക്ഷക്കാണ് എന്നുള്ള അറിയാത്ത ആ ഒരു പ്രയോഗം ശിക്ഷയ്ക്ക് വേണ്ടി പറയുന്ന പദമാണ് എന്ന് അറിയാത്തവർ കുറവാണ്. അദാബ് എന്ന് പറഞ്ഞ ശരിക്കും എന്താണ്, പിടിച്ചു നിർത്താന്നുള്ളതാണ്. ശിക്ഷക്ക് അദാബ് എന്ന് പറയാൻ കാരണം എന്താണ്, മനുഷ്യന്റെ കുറ്റകൃത്യങ്ങളിൽ നിന്ന് ഈ പ്രക്രിയ വഴി എന്ത് ചെയ്യുന്നുണ്ട്, പിടിച്ചു നിർത്താൻ കാരണമാകുന്നു. അതുകൊണ്ടാണ് ഇത് പറയുന്നത് അദാബ് എന്ന് പറയാം. അദാബ് എന്ന് ശിക്ഷക്ക് പറയാനുള്ള കാരണം എന്താ, ആ അദാബ് എന്ന് പറഞ്ഞ ആ പ്രയോഗം, ആ പ്രവർത്തനം ഉണ്ടായ മനുഷ്യൻ തെറ്റിൽ നിന്ന് എന്താവും, മാറി. അപ്പം തെറ്റിനെ പിടിച്ചു നിർത്തുന്നുണ്ട്, അതിന് സഹായമാകുന്നുണ്ട്. ഏതുകൊണ്ട്, അദാബ് കൊണ്ട്. അതുകൊണ്ടാണ് ശിക്ഷയ്ക്ക് ഏത് പറയാൻ കാരണം, അദാബ്. മാഉൽ അദ്ബ് എന്ന് പറയും, മാഉൽ മിൽഹുൻ എന്ന് പറയും. വെള്ളത്തിന് അങ്ങനെ പറയാം. ഉപ്പ് വെള്ളത്തിന് മാവുൻ മിൽഹ് എന്ന് പറയും, ഉപ്പ് വെള്ളം, കടൽ വെള്ളത്തിന്. മറ്റൊരു മാവുൻ അദ്ബുൻ എന്നാ പറയാ, ശുദ്ധവെള്ളത്തിന്. മാവുൻ അദ്ബുൻ എന്ന് പറയാൻ കാരണം എന്താണ്, അത് കുടിച്ചാൽ എന്ത് ചെയ്യണം, ദാഹത്തിനെ ശമിപ്പിക്കുന്നുണ്ട്, പിടിച്ചു നിർത്തുന്നുണ്ട്. ഉപ്പുവെള്ളം കുടിച്ചാൽ ദാഹം കുറയോ, ഉപ്പുവെള്ളം കുടിച്ചാൽ എന്താ ഉണ്ടാവുക, ദാഹം കൂടും. അതേസമയത്ത് ശുദ്ധവെള്ളം കുടിച്ചാൽ ദാഹം കുറയും. അതുകൊണ്ട് മാവുൻ അദ്ബ് എന്ന് പറയാ. ആ ദാഹത്തിന് അതെന്ത് ചെയ്തു, ബ്ലോക്ക് ചെയ്തു, പിടിച്ചു നിന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുക.
അപ്പോ ഇവിടെ പറയുന്ന അദാബുൻ അലീം എന്നാണ്, ഭയങ്കരമായ ശിക്ഷ എന്നാണ്. അസീം അസീം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ കടുപ്പം കൂടിയ ശിക്ഷ. അസീം ഇതിന്റെ വിപരീതമാണ് ഹക്കീർ എന്നാണ്. ഹക്കീർ എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമായ ശിക്ഷ. അസീം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ കടുപ്പം കൂടിയ ശിക്ഷ. ഹക്കീർ എന്ന് പറഞ്ഞാൽ നിസ്സാരമായ ശിക്ഷ. എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തുകൊണ്ടാണ് അദാബുൻ കബീർ എന്ന് പറയാത്തത്? കബീർ എന്നാൽ എന്താ അർത്ഥം? വലിയ ശിക്ഷ എന്നല്ലേ. കബീർ എന്ന് പറയാതെ ഇവിടെ എന്ത് ചെയ്തു? എന്താ പറയാൻ കാരണം? കബീറിനേക്കാളും ഭാഷയിൽ മുകളിലാണ് ഏത്? അലീം. കബീറിന്റെ നേരെ ഓപ്പോസിറ്റ് സ്വഈർ എന്നാണ്, ചെറുത് എന്നാണ്. സ്വഈറിനേക്കാളും താഴ്ന്നതാണ് ഏത്? ഹക്കീർ, നിസ്സാരം എന്നുള്ളത്. ചെറുതിനെ വളരെ തുച്ഛം എന്നർത്ഥത്തിലേക്ക് പോകണമെങ്കിൽ ഏത് ഉപയോഗിക്കണം? സ്വഈർന്ന് ഉപയോഗിച്ചാൽ ശരിയാവില്ല. ഏത് ഉപയോഗിക്കണം? ഹക്കീർ ഉപയോഗിക്കണം. ഭയങ്കരം എന്നാണ് ഉപയോഗിക്കണം. എന്താണോ? അലീം എന്ന് ഉപയോഗിക്കണം. കബീർ എന്ന് പറഞ്ഞാൽ എന്താണ്? കബീർ എന്ന് പറഞ്ഞാൽ വലുത് എന്നുള്ളൂ. അലീമാകണം എന്ത് വേണം? അലീമാകണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യണം? അവിടെ യോജിക്കണം. ഉദാഹരണം പറയണേ, അലീം ഗുരുതരമായ ശിക്ഷ എന്ന് പറയുമ്പോൾ, ഭയങ്കരമായ ശിക്ഷ എന്ന് പറയുമ്പോൾ അലീമിന് എന്ത് വേണം? കബീർ ഉണ്ടാവണം, വലിയ ശിക്ഷ ആകണം. അതിന് ഇഷ്ടം പോലെ അതായത് പിന്നെ അധികരിച്ച ശിക്ഷ ഉണ്ടാവും. ഒറ്റ ശിക്ഷക്ക് അലീമാവൂല. അതിങ്ങനെ അധികരിച്ച പല ഐറ്റംസ് ശിക്ഷകൾ ഉണ്ടാകണം. അപ്പോൾ അതാവുള്ളൂ, അലീമാവുള്ളൂ. പിന്നെ അത് എന്തുണ്ടാവണം? നോക്കൂ, അത് നിൽക്കൂല, അത് നിൽക്കാതെ ഉണ്ടാവും. അപ്പൊ വലിയ ശിക്ഷയായിരിക്കും, അത് പല ഐറ്റംസിലായിരിക്കും, അതൊന്നും അവസാനിക്കില്ല. ഇത് 3 കണ്ടീഷൻ ഉണ്ടെങ്കിലാണ് അദാബുൻ ഏതാവുക? അലീം. അല്ലാഹു തആല വലഹും അവർക്കുണ്ട് അദാബുൽ അലീം, ഭയങ്കരമായ ഗുരുതരമായ ശിക്ഷയുണ്ട് എന്നാണ്. നോക്കുമ്പോൾ അദാബുൽ അലീം എന്നുള്ള അറബി ഭാഷയിലെ അലീം എന്നുള്ളതിന് നെക്കിറ എന്ന് പറയും. അൽ അലീം എന്ന് പറഞ്ഞില്ല. അലീം എന്ന് പറഞ്ഞ നെക്കിറ എന്ന് പറഞ്ഞാൽ പല ഐറ്റംസ് എന്ന് ചിന്തിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പല ഐറ്റംസ് ശിക്ഷകൾ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി. ഒരു ശിക്ഷ അല്ല എന്നർത്ഥം, ശിക്ഷയുടെ എല്ലാ പല ഐറ്റംസ്. അത് മാത്രമല്ല, അലീം എന്ന് പ്രയോഗിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു ഡോസ്, അതിന്റെ ഒരു റിസൾട്ട് മനുഷ്യന് ചിന്തിക്കാൻ കഴിയാതെ അപ്പുറത്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അതിന്റെ എഫക്റ്റ് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നും കൂടി മനസ്സിലാക്കി തരാനാണ് അദാബുൽ അലീം എന്ന് അല്ലാഹു തആല ഇവിടെ പ്രയോഗിക്കാനുള്ള കാരണം. അപ്പോ ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സമഇഹിം വഅലാ അബ്സാരിഹിം ഇശാവ വലഹും അദാബുൽ അലീം. ഇവിടെ മനസ്സിലാക്കുന്ന സംഗതി, അല്ലാഹു തആല ഒരു മനുഷ്യന്റെ ഹൃദയത്തിന് അവരുടെ ചെയ്തികൾ കാരണം മുദ്ര വെച്ചു എന്നാണ്. മഹാന്മാർ പറയുന്നത് ഇതിനുള്ള പരിഹാരം എന്താണ്? ഇതിന്റെ പരിഹാരവും മുദ്രയാണ്. ഇതിന്റെ പരിഹാരവും മുദ്രയാണ്. ഒരു മനുഷ്യന്റെ ഈ ആയത്ത് വിശേഷിച്ച് ചില മഹാത്മാക്കളായ ആളുകൾ പറയുന്നുണ്ട്, ഖത്തമിന് പകരം ഖത്തമാണ്. ഇതിന്റെ പരിഹാരം മുദ്രക്ക് പകരം മുദ്രയാണ്. എന്തിനെ മുദ്ര വെക്കണം? അവന്റെ കാതിനെ മുദ്ര വെക്കണം, അവന്റെ നാവിനെ മുദ്ര വെക്കണം, അവന്റെ ഹൃദയത്തെ മുദ്ര വെക്കണം, അവന്റെ കണ്ണിനെ മുദ്ര വെക്കണം, അള്ളാഹു ഇഷ്ടപ്പെടാത്ത മേഖലയിലേക്ക് മുദ്ര വെക്കണം. അപ്പോ പഴയ മുദ്ര എന്ത് ചെയ്യും? അള്ളാഹു തആല ഒഴിവാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്വാബുൽ ഖൈറിനെ കുറിച്ച് സഹാബികൾ പറഞ്ഞു കൊടുത്തിട്ട്, ഒരുപാട് ഖൈറുകൾ പറഞ്ഞു കൊടുത്തിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ഖൈറെല്ലാം ചെയ്യാൻ നിങ്ങൾക്കൊരു പരിഹാരം ഞാൻ പറഞ്ഞുതരാം. മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ സംഭവം നമുക്ക് ഓർമ്മയുണ്ട്. എന്താണ്? ഇതിനെ മുദ്ര വെക്കുക. ബാക്കിയൊക്കെ ശരിയാവും ആര് പറഞ്ഞു? നാവിനെ മുടിച്ചിട്ട് പറഞ്ഞു ഇതും കൂട്ടി വെച്ചാണ്ടി, എന്നാ ബാക്കിയൊക്കെ ശരിയാവും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി എന്താണ്? മുദ്ര ഒഴിവാക്കണമെങ്കിൽ അതിന് പരിഹാരം എന്താണ്? മുദ്ര തന്നെയാണ്. അല്ലാഹു തആല ഉദ്ദേശിച്ച കാര്യങ്ങളല്ലാത്തവർക്ക് കണ്ണിനെ പൂട്ടി വെക്കുക. യഗ്ളു മിൻ അബ്സാരിഹിം. ആവശ്യമില്ലാത്തവർക്ക് കാതിനെ കൊടുക്കാതിരിക്കുക. ഇബത്ത് കേൾക്കുന്നവൻ ഇബത്ത് പറയുന്നവനെ പോലെയാണ്. ആവശ്യമില്ലാത്ത എന്ത് ചെയ്യുക? ചിന്തിക്കാതിരിക്കുക. പിന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇവിടെ അല്ലാഹു തആല ഈ ആയത്ത് അവസാനിപ്പിക്കണം. ഇതൊക്കെ തുടക്കമായതുകൊണ്ടാണ് ഈ ആയത്തിന്റെ പ്രയോഗത്തിന്റെ
അത്ഭുതങ്ങൾ ഞാൻ പറയുന്നത്. ഖതമല്ലാഹു അലാ ഖുലൂബിഹിം, ഹൃദയം ആദ്യം പറഞ്ഞു. കാരണം ഹൃദയമാണ് ബേസ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അത് നന്നായി എന്ത് ചെയ്യും, ബാക്കി അവയവങ്ങളൊക്കെ വന്നു. അപ്പൊ അതിന് പ്രയോഗം കൊടുത്തു. പിന്നെ വഅലാ സമഈഹിം, കേൾവിക്കാണ് പ്രയോഗം കൊടുത്തത്, ഇതിനേക്കാളും കാഴ്ചയേക്കാളും. കാരണം ഒരു മനുഷ്യന്റെ എഫക്റ്റില് കാഴ്ചയേക്കാളും സ്വാധീനിക്കുന്നത് ഏതാണ്? കേൾവിയാണ്. കാരണം എന്താ വെച്ചാൽ കേൾക്കാത്ത പ്രവാചകന്മാർ കേൾക്കാത്ത പ്രവാചകന്മാരുണ്ടായിട്ടില്ല, ചെവി കേൾക്കാത്ത പ്രവാചകന്മാരുണ്ടായിട്ടില്ല. പ്രവാചകത്തിന്റെ നിബന്ധനയിൽപ്പെട്ടാണ് പ്രവാചകന്മാർക്ക് എന്ത് ചെയ്യുക, കാത് കേൾക്കുക എന്നുള്ളതാണ്. കാത് കേൾക്കാത്തൊരു പ്രവാചകൻ ഉണ്ടായിട്ടില്ല, കാത് കേൾക്കാത്തൊരു പ്രവാചകനില്ല. എന്നാൽ കാഴ്ച നഷ്ടപ്പെട്ട പ്രവാചകന്മാരുണ്ടായിട്ടുണ്ട്. ആരാണ്? മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാം അവസാന സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഫർത്തദ്ദ ഇലൈഹി ബസീറ, അല്ലേ? മകൻ യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ ആ വസ്ത്രം കൊണ്ടിട്ട് സമീപത്തെത്തിയപ്പോൾ ഫർത്തദ്ദ ഇലൈഹി ബസീറ, കണ്ണിന്റെ കാഴ്ച അല്ലാഹു തആല മടക്കി കൊടുത്തു എന്നാണ്. അപ്പൊ കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ട്. കാഴ്ച നഷ്ടപ്പെടൽ അനുഭവത്തിന് ബാധിക്കൂല, കേൾവി നഷ്ടപ്പെട്ടാൽ അനുഭവത്തിന് ബാധിക്കും. അവിടെ പ്രവാചകന്മാർ കേൾക്കാത്തവരായി ഇതുവരെ എവിടെയും വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് മഹാന്മാർ പറയുന്നത് കാഴ്ചനേക്കാളും ശ്രേഷ്ഠമാണ് ഏത്? കേൾവി എന്നുള്ളത്. കണ്ണില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാര്യങ്ങൾ നടത്താൻ പറ്റും. കേൾവി എന്നുള്ളത് എന്താണ്? അതിനേക്കാൾ എന്താണ്? മനുഷ്യനെ എല്ലാം നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ടാണ് കേൾവിക്ക് ആദ്യം പ്രയോഗം കൊടുക്കാൻ കാരണം. പിന്നെ അബ്സ്വാറയും ഷാവ, അവരുടെ കണ്ണുകളിൽ എന്തുണ്ട്? മൂടിയുണ്ട്. വലഹും അദാബുൻ അളീം, അവർക്ക് ഗുരുതരമായ ശിക്ഷയുമുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അപ്പോ ഇതിന് പരിഹാരം മനുഷ്യന് തന്നെ ഉണ്ടാക്കാൻ കഴിയും. അവൻ ഉണ്ടാക്കാൻ റെഡിയാണെങ്കിൽ അല്ലാഹു തആല സപ്പോർട്ട് ചെയ്യാൻ റെഡിയാണ്. അപ്പോൾ നന്മ അങ്ങനെ അല്ലാഹു തആല സപ്പോർട്ട് ചെയ്യുന്നതോടെ അവന്റെ സീലുകൾ അവർക്ക് ഒഴിവാക്കാൻ കഴിയും. അല്ലാഹു തആല നന്മ ചിന്തിക്കാനും നല്ല പ്രവർത്തിക്കാനും അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തആല അതിന്റെ അയൽക്കാരാക്കി നമ്മളെ മാറ്റട്ടെ. അല്ലാഹു തആല നമ്മളെ ദോഷികളിൽ നിന്നും അല്ലാഹു തആല നമ്മളെ കാക്കട്ടെ. അല്ലാഹു തആല സ്വീകരിക്കട്ടെ.